ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്. നമ്മുടെ ചാനലിൽ മോട്ടിവേഷൻ, അതേപോലെ തന്നെ മണി ഏണിംഗ് ടിപ്സ്, കുറച്ച് എൻ്റർടൈൻമെൻറ്റ് വ്ളോഗ്സൊക്കെ ഉള്ളതാണ്. സോ നിങ്ങൾക്ക് ഇങ്ങനത്തെ കണ്ടൻസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ ടോപ്പിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഓൺലൈനിൽ കൂടി മണി ഏൺ ചെയ്യാൻ പറ്റുന്നെങ്കിൽ എത്ര നന്നായാണ്. ലൈക്ക് ഇത് ചിലപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കും, പക്ഷെ ലാസ്റ്റത്തെ ഒരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു സംഭവമാണ്. ഇതൊക്കെ പറയുമ്പോൾ നമ്മളൊക്കെ ഇതൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയുന്നതല്ലേ, പക്ഷെ എല്ലാവർക്കും അറിയില്ല. ചിലവർക്ക് ഇതൊക്കെ അറിയാത്തതുണ്ട്. അപ്പോൾ അവർക്ക് യൂസ്ഫുൾ ആകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കിയാലോ. ഓക്കെ, മണി മേക്കിംഗ് 5 സോഴ്സാണ് നമ്മൾ പറയുന്നത്. ഓൺലൈനിലായിട്ട് നമുക്ക് വീട്ടിലിരുന്നിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു 5 മണി മേക്കിംഗ്. വീട്ടിലിരുന്നിട്ട് എവിടെ ഇരുന്നിട്ട് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ, വീട്ടിലിരുന്നിട്ട് തന്നെ ചെയ്യണമെന്നില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് ഫ്രീലാൻസാണ്. ഫ്രീലാൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒത്തിരി പേർക്ക് അറിയാം, പക്ഷെ ഒത്തിരി പേർക്ക് അറിയാത്തതും ഉണ്ടാവാം. ഇപ്പോൾ ഫ്രീലാൻസായിട്ട് നമുക്ക് മണി മേക്ക് ചെയ്യാൻ നമുക്ക് എന്തായാലും മസ്റ്റായിട്ട് എന്ത് വേണം, ഒരു സ്കില്ല് വേണം. അപ്പോൾ സ്കില്ല് പഠിക്കാൻ വേണ്ടിയിട്ട് ഇന്നത്തെ കാലത്ത് നമ്മൾ ഒരുപാട് ഓൺലൈനിൽ തന്നെ നമുക്ക് സോഷ്യൽ മീഡിയ വഴി ഒരുപാട് യൂട്യൂബിലൊക്കെ ഒത്തിരി വീഡിയോസ് ഉണ്ട്. ഓരോ ആൾക്കാരുടെ ഓരോ സ്കില്ലുകൾ നിങ്ങൾക്ക് എന്തിനോടാണോ ഇഷ്ടം, ലൈക്ക് വീഡിയോ എഡിറ്റിംഗ് അല്ലെങ്കിൽ ഒരു ഡിസൈനർ, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പല സ്കില്ലുകളും നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും യൂട്യൂബിൽ ഒത്തിരി വീഡിയോസ് ഉണ്ട്. അത് കണ്ടാൽ തന്നെ ഫ്രീ ആയിട്ട് നമുക്ക് ആ വീഡിയോസൊക്കെ കണ്ടിട്ട് തന്നെ നമുക്ക് സ്കില്ലൊക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്ത് എടുക്കാം. സോ അങ്ങനെ നമുക്ക് എടുത്തതിന് ശേഷം നമുക്ക് ഫ്രീലാൻസായിട്ട് നമുക്കൊരു ലോഗോ ഡിസൈനിങ് അല്ലെങ്കിൽ ഒരു പോസ്റ്റർ ഡിസൈനിങ് അല്ലെങ്കിൽ ഒരു വീഡിയോ എഡിറ്റിങ്, അങ്ങനെ അങ്ങനത്തെ നമുക്ക് അങ്ങനത്തെ എന്താണോ ഇഷ്ടം അതിനനുസരിച്ച് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഒരു ജോബാണ് ഫ്രീലാൻസിങ് എന്ന് പറയുന്നത്. അതിൽ നമുക്ക് ക്ലയൻസുകൾ ഉണ്ടാകും. ക്ലയൻസുകൾ നമുക്ക് തരുന്ന ഓർഡറിനനുസരിച്ച് നമ്മൾ അവർക്ക് ലോഗോ ക്രിയേഷനോ അല്ലെങ്കിൽ പോസ്റ്ററോ അല്ലെങ്കിൽ വീഡിയോ എഡിറ്റിംഗ്, അങ്ങനെ നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം അങ്ങനത്തെ നമുക്ക് ഫ്രീലാൻസായിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതിന് നിങ്ങൾക്ക് ജസ്റ്റ് സൈറ്റുകളല്ലാതെ തന്നെ നമുക്ക് ഓൺലൈനിൽ ഇൻസ്റ്റഗ്രാം, ലൈക്ക് യൂട്യൂബ്, അങ്ങനത്തെ ഫേസ്ബുക്ക് അങ്ങനത്തെ പ്ലാറ്റ്ഫോമിൽ കൂടി തന്നെ നമുക്ക് നമ്മളെ വീഡിയോസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ജസ്റ്റ് ഒരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ സ്കില്ല് അത് വെച്ചിട്ട് നിങ്ങൾക്ക് തുടങ്ങാം. ഇഷ്ടമുള്ള നമ്മുടെ സ്കില്ല് എന്താണ് നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ള, പക്ഷേ ക്ലയൻസ് പറഞ്ഞുള്ള ആ ടൈമിന് നമ്മൾ കൊടുക്കണം കേട്ടോ. പക്ഷേ അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമുക്ക് ആരുടെ ഒരു ലൈക്ക് കൺട്രോളൊന്നും ഇല്ലാതെ നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യുമ്പോൾ നമുക്ക് ജോബ് എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ താല്പര്യമുണ്ട്. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള കാറ്റഗറി ഏതാണ് ആ ഒരു കാറ്റഗറി നമ്മൾ തിരഞ്ഞെടുക്കണം. അല്ലാതെ അല്ലാതെ എല്ലാവർക്കും ഇഷ്ടമുള്ള കാറ്റഗറി നമ്മൾ തിരഞ്ഞെടുത്തിട്ട് കാര്യമില്ല. നമുക്കത് ചെയ്യുമ്പോൾ ഒരു മടുപ്പ് തോന്നാതെ ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ പറയുന്നത് രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ കോണ്ടൻറ്റ് ക്രിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒത്തിരി കോണ്ടൻറ്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട്. ഇപ്പോൾ ലൈക്ക് യൂട്യൂബിലായാലും ഇൻസ്റ്റഗ്രാമിലായാലും ഒത്തിരി ആൾക്കാരുണ്ട്. അതിൻ്റെ ഇടയിൽ നിന്നൊക്കെ നമ്മളൊന്ന് പച്ച പിടിച്ച് വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര കാര്യമാണ്. ലൈക്ക് ഇപ്പോൾ ഞാൻ തന്നെ കണ്ടോ എവിടെ എത്തിയിട്ടില്ല, എന്നിട്ടാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഈ വഴികൾ പറഞ്ഞു തരുന്നത്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും മേ ബി ഞാൻ നാളെ അല്ലെങ്കിൽ എന്നെങ്കിലും ഒരു ദിവസം, എവിടെ അതൊന്നും ഉണ്ടാവില്ല, എന്നാലൊന്ന് പറയാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇഷ്ടമുള്ള ടോപ്പിക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാം, ലൈക്ക് ഇൻസ്റ്റഗ്രാം ക്രിയേറ്റ് ചെയ്യാം. നമുക്കിഷ്ടമുള്ള കണ്ടൻസ് ഒക്കെ അതിൽ അപ്ലോഡ് ചെയ്യാം. സോ അതിൽ കിട്ടുന്ന ഓരോരു എമൗണ്ട് നമുക്ക് മണി മേക്കാം. അതിന് പുറമെ നമുക്കൊരു ഫാമിലി ക്രിയേറ്റ് ചെയ്യാം. അതിന് കിട്ടുന്ന ഓരോ അപ്ഡേറ്റ്സും നമുക്ക് ഭയങ്കര സന്തോഷം തരുന്ന ഒരു സംഭവം കേട്ടോ. നിങ്ങൾ ഇതുവരെ കോണ്ടൻറ്റ് ക്രിയേറ്റർ ആകാൻ അല്ലെങ്കിൽ തയ്യാറാകാൻ നിന്നിട്ടില്ലേ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കുക. നമുക്ക് അതിന് ഭയങ്കര ഒരു പ്ലഷർ നമുക്കതിന് കിട്ടും. ഞാൻ ഒരുപാട് അങ്ങ് പറഞ്ഞ് ലാഗടിപ്പിക്കുന്നതിന് എല്ലാം നല്ല സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെയാണ് വഴികൾ എന്നുള്ളത്. നിങ്ങൾക്ക് ഡീപ്പായിട്ട് വേറെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ ഇഷ്ടം പോലെ ഉണ്ടാവും, അല്ലെങ്കിൽ എന്നോട് പറഞ്ഞാൽ ഞാൻ വേണമെങ്കിലും ചെയ്ത് തരാം. എൻ്റെ അടുത്ത് നിന്നാലും പറയില്ല എന്നറിയാം. ഇനി മൂന്നാമത്തെ ടിപ്പാണ് നമ്മൾ പറയാൻ പോകുന്നത്. മൂന്നാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ
ബിസിനസ്സാണ്. ഓൺലൈനായിട്ട് ബിസിനസ് ചെയ്യാം. ഓൺലൈനായിട്ട് ബിസിനസ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ അത് ചെയ്യാൻ ഭയങ്കര സിമ്പിളാണ്. പക്ഷേ നമുക്ക് ഓർഡേഴ്സ് കിട്ടാനും കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ഭയങ്കര ഒരു ഡിഫിക്കൾട്ട് കോമ്പറ്റീഷനാണ്. കാരണം ഒത്തിരി ആൾക്കാർ, ഒത്തിരി ഒരു കാറ്റഗറിയിൽ നിന്ന് കോമ്പറ്റീഷൻ. ഇപ്പോൾ എന്തൊരു കാര്യം എടുത്ത് നോക്കിയാലും, ഇപ്പോൾ ഞാനീ പറഞ്ഞ ഈ ഫ്രീലാൻസ് ആയാലും യൂട്യൂബ് ചാനലായാലും എന്തായാലും ഭയങ്കര കോമ്പറ്റീഷനാണ്. കോമ്പറ്റീഷൻ ഇല്ലാത്തൊരു ടോപ്പിക്ക് ഇപ്പോൾ ഇല്ല. അല്ലെങ്കിൽ നമുക്ക് ബിസിനസ് തുടങ്ങുമ്പോൾ നമുക്ക് ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഭയങ്കര ആഗ്രഹമുള്ളൊരു സംഭവമാണ് ഈ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഈ ബിസിനസ് എന്ന് നമുക്ക് തുടങ്ങണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ബിസിനസ് തുടങ്ങണം നമുക്ക് ആർക്കും അറിയില്ല. നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി, നമ്മളൊന്ന് തിങ്ക് ചെയ്താൽ നമുക്ക് കിട്ടുമെന്നല്ല, ലൈക്ക് നമ്മളൊന്നിങ്ങനെ ചിന്തിച്ചാൽ മതി. ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ് എ സൊല്യൂഷൻ, അതൊരു സൊല്യൂഷനാണ്. ഒരു പ്രശ്നത്തിനുള്ളൊരു സൊല്യൂഷനാണ് ഒരു ബിസിനസ്സായിട്ട് നമ്മൾ തുടങ്ങേണ്ടത്. അപ്പോൾ ആൾക്കാർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് നമ്മളൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സൊല്യൂഷനൊക്കെ കിട്ടും. നിങ്ങൾ നാളെ ചിലപ്പോൾ ഒരു വലിയ ബിസിനസ്മാൻ ആയാലോ. തിങ്ക് ചെയ്യൂ. ഞാൻ ജസ്റ്റ് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യണം. വേഗം തുടങ്ങിക്കോ. എന്തെങ്കിലും കഴിവ് നിൻ്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്നുണ്ടാവും. ആ കഴിവ് ഇങ്ങോട്ട് പുറത്തേക്ക് വന്നാൽ ഒക്കെ ശരി. നാലാമത്തെ പോയിൻ്റാണ് ടീച്ചിങ് ചെയ്യുക. ഓൺലൈൻ വഴി കുട്ടികൾക്ക് ട്യൂഷൻ എടുത്ത് കൊടുക്കാം. ടീച്ചർ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പ്രൊഫഷനാണെങ്കിൽ നിങ്ങൾക്ക് അത് ഓൺലൈനിലായിട്ട് ട്യൂഷൻ എടുത്ത് കൊടുത്തിട്ടും ടീച്ചറൊക്കെ ആയിട്ടൊക്കെ നമുക്ക് ഓൺലൈനിൽ വഴി ആ ഒരു ജോലി ചെയ്യാം. പിന്നെ അഞ്ചാമത്തെ ഒരു പോയിൻ്റാണ് ഓൺലൈനിലായിട്ട് നമുക്ക് റെസ്യൂമ് ഉണ്ടാക്കി കൊടുക്കാം. അതേപോലെ തന്നെ ഈ കോണ്ടൻറ് ക്രിയേറ്റേഴ്സിനൊക്കെ സ്ക്രിപ്റ്റ് നമുക്ക് എഴുതാൻ വെക്കുമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്കതിനുള്ള സ്കില്ല് വേണം. അല്ലാതെ വെറുതെ നമ്മൾ അതിലേക്ക് ഇറങ്ങിയിട്ട് കാര്യമില്ല. റെസ്യൂമ് ചെയ്യാനായാലും സ്ക്രിപ്റ്റ് എഴുതാനൊക്കെ ആയാലും നമുക്കതിനുള്ള സ്കില്ല് വേണം. സോ ആ സ്കില്ല് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി ഞാൻ വിചാരിക്കുന്നുണ്ട്. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം. ബൈ.